നമസ്കാരം. നമ്മളെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ ചെറുപുഴയ്ക്ക് അടുത്ത് ഉള്ളൊരു സ്ഥലത്താണ് വരുന്നത്. ഇവിടുത്തെ നമ്മളൊരു വീടിൻ്റെ എക്സ്റ്റീരിയറിൽ അതേപോലെ തന്നെ നമ്മുടെ ഗേറ്റിൻ്റെ പില്ലറിലെല്ലാം ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള വീടാണ്. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വീട് പണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടും പറയാൻ പോകുന്നത് നമ്മൾ ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ആണെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കൊരു വീടിൻ്റെ ഓരോ വശങ്ങളിൽ നിങ്ങളെ കൺസെപ്റ്റിനനുസരിച്ച് ഈ ഒരു വീട് പണിതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇപ്പം വരുന്ന സമയത്ത് ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഗേറ്റിലാണ്. സാധാരണ ഗേറ്റിൻ്റെ രണ്ട് രീതി ചെയ്യാം. ഗേറ്റ് മുഴുവനായിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഹാഫ് പോർഷന് മുകളിലേക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി കൂടുതലുള്ള ഭാഗത്തേക്ക് ലാറ്ററൈറ്റും ക്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ പോർച്ചിലേക്ക് വരുന്ന ഒരു 3 പില്ലർ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഷോ വാളിലേക്ക് 2 പില്ലർ വരുന്നുണ്ട്. അതേപോലെ തന്നെ മേലെ ഷോ വാൾ വരുന്നുണ്ട്. മേലെ പില്ലറുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഷോ വാൾ വരുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു വീടിൻ്റെയും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ വീടിന് എത്രത്തോളം ഭംഗി നൽകുന്നത് പുറംചുമരുകളാണ്. അപ്പോൾ ആ പുറംചുമരുകൾക്ക് ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ളതാണ്. സാധാരണ നമുക്കിപ്പോൾ അധികം നമ്മൾ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വൈറ്റ് അതേപോലെ തന്നെ റെഡ് ലാറ്ററൈറ്റ് കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നെ കുറച്ചുകൂടി ഒരു നമ്മളെ എന്താ പറയുക ചോക്ലേറ്റ് ആ ഒരു മിക്സിങ് കളർ വരുന്ന ഒരു കോമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന വീടിൻ്റെ വലതുവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചെറിയ ഷോ വാൾ കം പില്ലർ എന്ന് പറയാം. ആ രീതിയിലുള്ള 2 വാളുകളിലേക്ക് താഴെ സൈഡിൽ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് മനോഹരമാക്കിയത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തറയിൽ നിന്ന് വരുന്ന ഭാഗത്തേക്ക് ഇവിടെ ഒരു 40 mm നമ്മളെ തന്നെ ലാറ്ററൈറ്റിൻ്റെ 40 mm ക്ലാഡിംഗ് വരുന്നുണ്ട്. അത് മോൾഡ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായി മുകളിലോട്ട് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ആ മുകളിൽ കാണുന്ന ഭാഗത്ത് ഷോ വാളിൽ ഇത് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റിക്ക് വരുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 രീതിയിലുള്ള പില്ലറുകൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഈ പില്ലറിന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഒരു ഷോ വാൾ കം പില്ലർ എന്ന് തന്നെ പറയും. കാരണം ഒറ്റ പക്കം നേരെ പോകുന്ന പില്ലറല്ല, ചെരിഞ്ഞിട്ടുള്ള പില്ലറാണ്. ഇപ്പോൾ 2 ചെരിഞ്ഞിട്ടുള്ള പില്ലർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലൊരു പില്ലർ വരുന്നുണ്ട്. ഈ പില്ലറിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ എല്ലാം ഒരേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 40 mm ആ ക്ലാഡിങ് മോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ സാധാരണ കാണുന്ന പോലെ തന്നെ പില്ലറിൻ്റെ എൻഡിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണ നമ്മൾ 20 mm തിക്നെസ്സിനാണ് കൊടുക്കണമെങ്കിൽ ഇതൊരു 20 mm കഴിഞ്ഞതിന് ശേഷം ഒരു 40 mm കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 20 mm കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ മുകൾ വശത്ത് വരുന്നത് 2 പില്ലർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ഷോ വാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു എൻ്റർ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീട് പണിയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു വീട് പുതുതായിട്ട് പണിയുകയാണോ പണിയുന്ന സമയത്താണെങ്കിലും അതേപോലെ തന്നെ ഒരു റിനോവേഷൻ ചെയ്തിട്ട് ഈ നമ്മളുടെ ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടുത്താൻ ആലോചിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ പ്രൈം സ്റ്റോണിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. പ്രൈം സ്റ്റോണിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് മീൻസ് നിങ്ങൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് നമുക്കുള്ള ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങളേക്ക് ഷെയർ ചെയ്തു നമ്മളുടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സജഷൻസും കാര്യങ്ങളും ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം നമ്മളെ ഭാഗത്തുനിന്ന് എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.